എനിക്ക് നിങ്ങളെന്ന് വിളിക്കേണ്ട ആവശ്യമല്ല. ഓക്കെ, അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പിന്നെ മഹൽ കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? നിങ്ങൾ കുറുവങ്ങാട് മഹൽ കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത്? അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ആ വോയിസ് നിങ്ങൾക്ക് അല്ല, നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളെന്നല്ല, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും. എങ്ങനെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത് ചെയ്യാം. ഏത്? യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ? ഏത് കള്ളത്തരം പറയുന്നത്? നിന്റെ ദീനില് പറ്റൂലേ? എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത്? ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് പിന്നെ മഹൽ കമ്മിറ്റിയിൽ വരിക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞില്ല, നിങ്ങളുടെ മഹലില് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അത് ചോദിച്ചു? ഏത്? അല്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം. നിങ്ങൾ പരസ്യമായി, ഹലോ ജസ്ന സലീം, നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ മദ്രസകളില് ഉസ്താദുമാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും നിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, കാട് കയറണ്ട. ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. കാട് കയറണ്ട. അല്ല, നിങ്ങളുടെ നാട്ടില് ഭാര്യമാരും പെങ്ങളുമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ? അല്ല, അത് നിങ്ങളുടെ ജസ്ന സലീം, നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും പിന്നെ സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത്. നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം ജസ്ന സലീം. അപ്പൊ ചെയ്യേണ്ടത് എന്താ പറയുക? യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദ്രസകളിൽ അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും. ജസ്ന നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഈ അന്യമതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം. അതാണ് ആ ചോദ്യം. നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ജസ്ന സലീം. അല്ല, സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യസന്ധമായി പറയാൻ പഠിക്കണം. ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത്. മദ്രസകളിൽ ജസ്ന, ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. സംസാരിക്കുമ്പോ നീ വാ മുട്ടി പോകുന്ന സംസാരല്ല വേണ്ടത്. നീ വലിയ ദീനി, നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതനെ. ഞാൻ പണ്ഡിതനൊന്നും അല്ല. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. ഈ റമ്മിയും മറ്റേതിന്റെ ഒക്കെ പരസ്യമല്ലേ നിനക്ക് പൈസ തരുന്നത്? എങ്ങനെയാടാ നിനക്ക് ഹലാലാകുക? അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ ജസ്ന സലീമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ജസ്ന സലീം, എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയുക. നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന് മറുപടി ഉണ്ടോ? ഒരു കാര്യം വേണം. ഇനി മേലഞ്ഞ് വിളിച്ച പോരെ കേറിയിട്ട് ഞാൻ തല്ലും കേട്ടോ. നിങ്ങൾ എന്നെ നിങ്ങളുടെ തല്ല് കൊള്ളാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഉണ്ടോ? എന്നാ പിന്നെ അതേ പറയും. ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും, മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് ജസ്ന സലീം യൂട്യൂബിൽ പൂണ്ട് വിളയാടാൻ ശ്രമിച്ചാൽ
നിങ്ങളെ ഞങ്ങൾ നിയമപരമായി നേരിടും. ഇപ്പൊ കേസ് വന്നില്ലേ, അതുപോലെ കേസ് വരും. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള മുഴുവൻ ആളുകളെയും പച്ചയായി വലിച്ചു കയറി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. ഒരു വിട്ടുവീഴ്ചയില്ല. ഒന്നെങ്കിൽ ഹിന്ദു മതവിശ്വാസിയായി ജീവിക്കാം, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായി ജീവിക്കാം. രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ജസ്ന സലീമിന്റെ ഗൂഢശ്രമങ്ങൾ മതേതര കേരളത്തിൽ